ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ അടുത്ത റിവിഷൻ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. നമ്മൾ റിവിഷൻ സീരീസ് എന്നൊരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ ചെയ്ത മുഴുവൻ റിവിഷനും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുഴുവനും കണ്ടു തീർക്കാൻ ശ്രമിക്കുക. മുഴുവനും സാവധാനത്തിൽ കാണുക. ഇനി ഒരാഴ്ച ഉണ്ടല്ലോ, ഈ ഒരാഴ്ച നിങ്ങൾ റിവിഷൻ ആയിട്ട് മാത്രം മാറ്റി വെക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ച ഉണ്ടല്ലോ എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ അവസാന സമയത്ത് നമുക്ക് തോന്നും ഞാൻ അത് പഠിച്ചിട്ടില്ല, ഇത് പഠിച്ചിട്ടില്ല, പുതിയത് ഒരുപാട് പഠിക്കാൻ, ഇത്ര കാലമില്ലാത്ത ഒരു റഷ് നമുക്ക് ആ സമയത്ത് വരും. ഓക്കെ, അവസാന സമയത്ത് ഇത്ര കാലമില്ലാത്തൊരു പുതിയത് പഠിക്കാനുള്ളൊരു ത്വര നമുക്കുണ്ടാവും. അപ്പോൾ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കാണ്ടിരിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കരുത് എന്നല്ല, നിങ്ങൾ റിവിഷൻ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ, റിവിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ സമയം കിട്ടുന്നുണ്ടെങ്കിൽ, റിവിഷൻ സെറ്റ് ആവും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കി സമയം കുറച്ച് പുതിയ കാര്യങ്ങൾക്ക് കൊടുക്കുക. ആ രീതിയിൽ മാത്രം പഠിക്കുക. റിവിഷൻ വിട്ട് കളഞ്ഞിട്ട് പുതിയ കാര്യങ്ങളിലേക്ക് കടക്കരുത്. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ റിവിഷൻ ചെയ്യാത്തിടത്തോളം കാലം. അപ്പോൾ പറ്റുന്ന അത്രയും നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യുക. ഈ അവസാന സമയത്തൊക്കെ നല്ല രീതിയിൽ റിവിഷന് മാത്രം പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. 9-ാം തീയതി എക്സാം ഉള്ളവരായാലും ഇപ്പോൾ റിവിഷൻ ചെയ്യാൻ തുടങ്ങുക. ശേഷം 2-ാം തീയതി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അന്ന് നിങ്ങൾക്ക് എക്സാം ഉള്ള രീതിയിൽ തന്നെ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൾട്ടുകൾ കണ്ടെത്താൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ഫോൾട്ടുകളാണ് പറ്റിയിട്ടുള്ളത് നോക്കിയിട്ട് ആ സാധനത്തിൽ ചേഞ്ച് വരുത്തുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒരാഴ്ച മുമ്പിൽ സമയമില്ലേ മാറ്റങ്ങൾ വരുത്താനായിട്ട്. അപ്പോൾ ആ സമയം അതിനായിട്ട് തിരഞ്ഞെടുക്കുക. പിന്നെയും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ആ രീതിയിലല്ല, പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അത് ഏത് ഭാഗങ്ങളിൽ നിന്ന് പഠിക്കണമെന്ന് 2-ാം തീയതി നിങ്ങൾക്ക് നടക്കുന്ന എക്സാമിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോവുക. ഈ സമയത്ത് ഞാൻ പിന്നെയും പറയുന്നു, നല്ല രീതിയിൽ റിവിഷന് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, പുതിയത് ഇപ്പോൾ പഠിക്കാൻ നിൽക്കേണ്ട. കാരണം ഒരുപാട് പേർക്കൊന്നും ഒരുപാട് സമയം കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഈ കിട്ടുന്ന സമയം ഇപ്പോൾ റിവിഷനായിട്ട് മാത്രം മാറ്റിവെക്കുക. ഒരുപാട് സമയം കിട്ടുന്ന ആളുകളാണെങ്കിൽ റിവിഷൻ ചെയ്ത ശേഷം ബാക്കി സമയം നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും മാറ്റിവെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രസ്താവനകൾ ഏത് മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകവുമായി ബന്ധപ്പെട്ടതാണ്? ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം. ഓക്കെ, ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആ മൂലകം ഏതാണ്? ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഒരു പ്രധാന മൂലകം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. ഇനി ബാക്കി 2 പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഈ പോയിന്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കാരണം അത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ഭാഗമാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത്? അന്തരീക്ഷത്തിലേത്? ഭൂവൽക്കത്തിലേത്? ഇത് എപ്പോഴും ചോദ്യം വരാറുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ കൂടുതൽ ആളുകളും ഇതെന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഏതാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം? ഞാൻ മുമ്പൊക്കെ ചെയ്ത ക്ലാസ്സുകളിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. pH എന്ന് മാത്രം ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. pH, പ്രപഞ്ചം, ഹൈഡ്രജൻ. ഓക്കെ, പ്രപഞ്ചത്തിൽ ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. മറന്നുപോകരുത്, പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ. pH അല്ലേ? pH എന്നാണ് പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ. അതിനൊരു കോഡ് ഉണ്ടല്ലോ, ഒരു കോഡ് പറഞ്ഞുതരാം. FPHAN ബോക്സ്, ഫാൻ ബോക്സ്. ഓക്കെ, ഈ കോഡൊന്ന് ഓർത്തു വെക്കാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ഓർത്തു വെക്കുക. അല്ലെങ്കിൽ PHAN ബോക്സ്. ഓക്കെ, pH ബോക്സ് കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഭൂവൽക്കത്തിൽ ഓക്സിജൻ ആണ്. ഞാൻ ഇതിൻ്റെ ഒരു ഓർഡർ പറഞ്ഞുതരാം. ഇത് കണ്ടോ, P എന്താണ്? P പ്രപഞ്ചം. pH എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ ആണ്. അപ്പോൾ അന്തരീക്ഷത്തിലോ? AN അല്ലേ? ഇത് കണ്ടോ, AN. അപ്പൊ അന്തരീക്ഷത്തിൽ ഏത് എന്ന് ചോദിച്ചാൽ നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഓക്കെ, അപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രപഞ്ചം. pH, പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ നൈട്രജൻ, ഭൂവൽക്കത്തിൽ ഓക്സിജൻ. മാറിപ്പോവോ? പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ. അത്രയും റിപ്പീറ്റ് ചെയ്ത് വരുന്ന സാധനമാണ് കേട്ടോ. നല്ല രീതിയിൽ റിപ്പീറ്റിംഗ് വാല്യൂ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരുപാട് തവണ ഇതിൽ 3 ഏതെങ്കിലും ഒന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് അന്തരീക്ഷത്തിൽ നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ 78% ഉണ്ട് അല്ലേ? 78% നൈട്രജൻ ആണ്. ഏതാണ്? നൈട്രജൻ ആണ്. അതുകൂടെ അറിഞ്ഞു നോക്കുക, 78% ഉള്ളത്. ഓക്കെ, 78%
ഏതാണ്? നൈട്രജൻ. അന്തരീക്ഷത്തിൽ രണ്ടാമത് ഏതെന്നും ചോദ്യം വരാറുണ്ട്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ഏതാണ്? ഓക്സിജൻ ആണ്. 21% 21%. അപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ. ഓക്കെ, ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? ഒരുപക്ഷെ ചോദ്യം വന്നാലോ, കാരണം അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആറ്റോമിക നമ്പർ അല്ലേ ഹൈഡ്രജന്റെ. എത്രയാണ്? 1 ആണ്. ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ 1 ആണ്. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, ഈ രീതിയിലല്ലേ പോണത്. അപ്പൊ ഏതൊക്കെയാണ്? ആദ്യത്തെ 10 കിട്ടിയല്ലോ. ഒന്ന് എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്താൽ ഒരു 10 ഞാൻ നിങ്ങൾക്ക് വെറുതെ സെറ്റ് ആക്കി തരാം. ഓക്കെ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം. ഒന്നുകൂടെ വാ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ. അപ്പൊ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ. കാർബൺ 6 ആണ്. കാർബൺ, കാർ 6. ഓക്കെ, കാർബൺ 6 ആണ് കേട്ടോ. അപ്പൊ ആറ്റോമിക നമ്പർ 6 ഏതിന്റെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാർബൺ. അപ്പൊ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ 7 ആണ്. നൈട്രജൻ 8 ആണ്. ഓക്സിജൻ 8 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ 6ഉം 7ഉം 8 ഇമ്പോർട്ടൻ്റ് ആണ്. 6 കാർബൺ. ഓക്കെ, 6 ഏതാണ്? കാർബൺ. 6 കാർബൺ ആണ്. 7 ഏതാണ്? നൈട്രജനും. 8 ഓക്സിജനുമാണ്. 8 ഏതാണ്? ഓക്സിജൻ. ഒന്നുകൂടെ വരാം. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഓക്കെ, ഫ്ലൂറിൻ, നിയോൺ. അങ്ങനെയാണ് 9, 10 വരുന്നത്. അപ്പൊ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഈ 6, 7, 8 കാണാതെ പഠിച്ചു വെച്ചോ. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, 9 ഫ്ലൂറിനും, 10 നിയോണും. ഈ 10 ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. സെറ്റ് അല്ലേ? ഈ 10 ഓക്കെ അല്ലേ? ഇത് 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ മറ്റോ കെമിസ്ട്രിയിൽ പഠിക്കാണ്ട് തോന്നുന്നു. ആ സമയത്ത് പഠിക്കാണ്ടായിരുന്നു. ആ സമയത്ത് ബൈജു സാർ എന്നെ അടിച്ച് പഠിപ്പിച്ച സാധനമാണ്. അതാണ് എൻ്റെ മനസ്സിൽ നിന്ന് പോവാത്തത്. ഓക്കെ, അപ്പോൾ ഈ 10 എനിക്ക് എന്ത് വന്നാലും മറക്കില്ല. അപ്പോൾ നിങ്ങൾ അതുപോലെ ജസ്റ്റ് നിങ്ങൾ അടിയൊന്നും വാങ്ങണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു നോക്കട്ടെ. ഒന്ന് കൂടെ റിപ്പീറ്റ് ചെയ്ത് തന്നാൽ തന്നെ ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടാവും. 6, 7, 8 നിങ്ങൾക്ക് സെറ്റ് ആയില്ലേ? കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഒന്നുകൂടെ വാ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഓക്കെ, അപ്പൊ 10 സെറ്റായി. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ നൈട്രജൻ, ഭൂവൽക്കത്തിൽ ഓക്സിജൻ. ഇനി ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാ? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഈ ഹെൻറി എന്തിനാ എഴുതി? എച്ച് കണ്ടോ? എച്ച് അല്ലേ ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ പേരുകൾ തന്ന കൺഫ്യൂഷൻ വരാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഐഡിയ കിട്ടിയില്ലേ? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ എച്ച് വെച്ചിട്ടൊരു പേരാണ്. ഇനി മലയാളത്തിൽ തന്നാലും ഹൈഡ്രജന് ഹാണ്ട്, ഹെൻറി കാവൻഡിഷിനും ഹാണ്ട്. ഓക്കെ, ഹൈഡ്രജൻ, ഹെൻറി കാവൻഡിഷ്. ഓക്കെ, ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്ലി ആണ് അല്ലേ? പ്രീസ്ലി ആണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. ഇതിന് രണ്ടിനും പേര് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ ലാവോസിയാണ്. ലാവോസിയ. ഓക്കെ, ലാവോസിയാണ് ഹൈഡ്രജനും ഓക്സിജനും പേര് നിർദ്ദേശിച്ചത്. അപ്പൊ അത് കിട്ടി. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഈ വർഷം കൂടി ഒന്ന് അറിഞ്ഞു വെച്ചു. 1766 ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ 1 ആണ്. പിന്നെ ഇവിടെ ഉള്ള പോയിന്റ്സ് നമ്മൾ എന്തൊക്കെ പഠിച്ചു? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ ഇവിടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നല്ലോ, ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം ഏത് എന്നൊരു ചോദ്യം വന്ന ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാലും ഹൈഡ്രജൻ ആണ്. സൂര്യനും നക്ഷത്രങ്ങളിലൊക്കെ കാണപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാലും ഹൈഡ്രജൻ ആണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാലും ഭാവിയുടെ ഇന്ധനം ഏതെന്ന് ചോദിച്ചാലൊക്കെ ഹൈഡ്രജൻ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം. അപ്പൊ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ.
പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ, അത് ഫിക്സ് ആയി. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഏതെന്ന് ചോദിച്ചാൽ ഹൈഡ്രജനും, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതെന്ന് ചോദിച്ചാൽ നൈട്രജനും, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഏതെന്ന് ചോദിച്ചാൽ ഓക്സിജനുമാണ് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടി. അതിൽ അന്തരീക്ഷത്തിൽ ചോദ്യം വരാറുണ്ട്, അന്തരീക്ഷത്തിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ നൈട്രജൻ ആണ്. രണ്ടാമത്തെ മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണ്. അതും കൂടെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. എത്രയാണ് നൈട്രജൻ എത്ര ശതമാനമാണ്? നൈട്രജൻ അന്തരീക്ഷത്തിൽ നൈട്രജൻ എത്ര ശതമാനമാണ്? 78%. 78%. ഓക്സിജൻ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 21%. 21% ഓക്സിജൻ. ഇത് അന്തരീക്ഷത്തിലാണ് കേട്ടോ. അന്തരീക്ഷത്തിൽ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ. ഇനി ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാന്ന് പറഞ്ഞു? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ആലോചിച്ച് നോക്കാട്ടോ. ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജന് പേര് നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ലാവോസിയ. ലാവോസിയ. എന്താണ് അതിന്റെ അർത്ഥം വരുന്നത്? അർത്ഥം വരുന്നത് എന്താ? ഈ വാക്കിന്റെ, ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നതാണ് കേട്ടോ. ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. പലർക്കും ഡൗട്ട് വരും, ഓക്സിജന് പോയി കറുപ്പിക്കും. ഓക്സിജൻ എന്താണ്? ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്നതാണ് ഓക്സിജൻ. ഓക്കെ, ഓക്സിജൻ ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്നത്. ഹൈഡ്രജൻ എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഹൈഡ്രജൻ ആണ്. മറന്നു പോകരുത്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ പേര് നൽകിയത് ലാവോസിയ. ഓക്കെ, ഹൈഡ്രജന് പേര് നൽകിയത് ലാവോസിയാണ്. അപ്പൊ അതുവരെ കിട്ടിയല്ലോ. ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പറും കിട്ടിയല്ലോ. ആറ്റോമിക നമ്പർ 1 ആറ്റോമിക നമ്പർ 1 ഏതാന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഇതൊക്കെ ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നു. ഏറ്റവും സാന്ദ്രത കുറഞ്ഞത്. ഓക്കെ, ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏത് എന്ന് ചോദ്യം വന്ന ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. അപ്പൊ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ആറ്റോമിക നമ്പർ 1 ആറ്റോമിക നമ്പർ 1 ഹൈഡ്രജന്റെ. കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പൊ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏതെന്നും കിട്ടി. ഓക്കെ, ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നത് മറന്നുപോലല്ലോ. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഹൈഡ്രജന്റെയും, ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്നത് ഓക്സിജന്റെയും ആണ് കേട്ടോ. ഓക്സിജന്റെയാണ്. ആസിഡ് ഉണ്ടാക്കുന്ന എന്നർത്ഥം വരുന്നത്, ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ സൂര്യൻ, നക്ഷത്രങ്ങൾ എന്നിവയിലെ മുഖ്യ ഘടകം ഏതെന്ന് ചോദിച്ചാലും ഹൈഡ്രജൻ. എന്നിവയിലെ മുഖ്യ ഘടകമാണ് ഹൈഡ്രജൻ. അപ്പൊ സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഏതെന്ന് ചോദിച്ചിട്ട് താഴെ ഏത് തരും? ഹൈഡ്രജൻ ഉണ്ടാവും. അപ്പൊ ഹൈഡ്രജൻ ആണ് നമ്മുടെ ഉത്തരം. ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? 1. പ്രപഞ്ചത്തിൽ, അത് വെച്ചിട്ട് തന്നെ സൂര്യനെയും നക്ഷത്രങ്ങളൊക്കെ കണക്ട് ചെയ്യാട്ടോ. അപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? ഇത്ര പറഞ്ഞ പോയിന്റ്സ് സെറ്റ് അല്ലേ? ഭാവിയുടെ ഇന്ധനം, മറന്നു പോരുതേ. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഹൈഡ്രജൻ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം. ആരാണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് എന്നൊരു ചോദ്യം വരില്ലേ? ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ന്യൂക്ലിയസ് കണ്ടെത്തിയത്. ഓക്കെ, ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് അല്ലേ ന്യൂക്ലിയസ്? ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടുപിടിച്ചത് അല്ലേ? ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാ? അത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് അല്ലേ? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഓക്കെ, ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പൊ അറിഞ്ഞു വെക്കുക കേട്ടോ. ഏതാണ്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും ഒക്കെ ആരെന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇനി എല്ലാ ആസിഡുകളിലെയും പൊതുഘടകം എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാലും എല്ലാ ആസിഡ്സ് പൊതുഘടകം
എല്ലാ ആസിഡുകളിലെയും പൊതുഘടകമാണ് ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലെയും പൊതുഘടകമാണ് ഹൈഡ്രജൻ. ആറ്റോമിക നമ്പർ 1 ഓക്കെ. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നു. ഇനി വായുവിൽ ഉയരുന്ന ബലൂണുകളില്ലേ, അതിന് നമ്മൾ എന്താണ് പറയാ? ഹൈഡ്രജൻ ബലൂൺ എന്നല്ലേ അല്ലേ? ഹൈഡ്രജൻ ബലൂൺ നമ്മൾ പറയാറുണ്ട്. അതിൽ നിന്ന് തന്നെ ആലോചിച്ചാൽ മതി. ഇനി അത് അങ്ങനെ കാണാതെ വലിയൊരു സെന്റൻസ് ആക്കി പഠിക്കൊന്നും വേണ്ട. ചിലപ്പോൾ ചോദ്യം വരും, ഭാവിയിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ഹൈഡ്രജൻ ആണ്. നമുക്കറിയാം, നമ്മൾ എന്താ പറയാനുള്ളത്? പറന്നു പോണത് കണ്ടാൽ പറയുന്നത് ഹൈഡ്രജൻ ബലൂൺ ആണ് നമ്മൾ പറയും. അപ്പോൾ അവിടുന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇനി അറിയാത്തവർ, ഇതുവരെ കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ, കേൾക്കാത്തവരുണ്ടാവില്ല, എന്നാലും ഒന്ന് ഓർത്തു വെച്ചോ, ഹൈഡ്രജൻ ബലൂൺ ആണ്. ഹൈഡ്രജൻ പറന്നു പോകുന്നത് ഹൈഡ്രജൻ ബലൂൺ ആണ്. പറന്നു പോകുന്നത് എന്താണ്? ഹൈഡ്രജൻ ബലൂണാണ്. അപ്പോൾ വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ഹൈഡ്രജൻ ആണ്. ഓക്കെ. മനുഷ്യനിർമ്മിത പെട്രോൾ ആയി ഉപയോഗിക്കുന്നു. മനുഷ്യനിർമ്മിത പെട്രോൾ ആയി ഉപയോഗിക്കുന്ന ഏത് എന്ന് ചോദിച്ചാലും അതേതാണ്? ഹൈഡ്രജൻ ആണ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചാലും ഏതാണ്? ഹൈഡ്രജൻ ആണ്. കണ്ടുപിടിച്ചത് ആരാണ്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദ്യം വരും. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. അത് ഇനി ചോദ്യം വന്നില്ലെങ്കിലും ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് റാങ്ക് മേക്കിങ്ങിനായിട്ട് ഒരുപക്ഷെ ചോദ്യം വരുന്നത് ഹൈഡ്രജൻ കണ്ടുപിടിച്ച വർഷം 1766 1766. ഹൈഡ്രജന്റെ പേര് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ ലാവോസിയാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്, അല്ലെങ്കിൽ ഹൈഡ്രജന് പേര് നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിച്ചിട്ട് താഴെ ഹെൻറി കാവൻഡിഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി കറുപ്പിക്കരുത്. കണ്ടുപിടിച്ചത് മാത്രമാണ് ഹെൻറി കാവൻഡിഷ്. പേര് നിർദ്ദേശിച്ചത് ലാവോസിയാണ്. എന്താണ് ആ പേരിന്റെ, ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. ആറ്റോമിക നമ്പർ 1 ഹൈഡ്രജന്റെ. ആറ്റോമിക നമ്പർ 1. ഭാവിയുടെ ഇന്ധനം, മനുഷ്യനിർമ്മിത പെട്രോൾ ആയി ഉപയോഗിക്കുന്നത് ഏതെന്ന് ചോദിച്ചാലും ഹൈഡ്രജൻ ആണ്. വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാലും ഹൈഡ്രജൻ ആണ്. ഓർത്തു വെക്കണം. ഇതുവരെ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഓർത്തു വെക്കണം. ഓക്കെ. അപ്പോൾ സെറ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ എത്ര അവസ്ഥകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? 7 വരെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? BSc ഇതുവരെ കൊടുത്തിട്ടുള്ളത് 7 വരെയാണ്. ഏതൊക്കെയാണ്? ഖരം. ഓരോന്ന് നമുക്ക് നോക്കാം. ഖരം അതേതാണ്? 1ാമത്തെ അവസ്ഥ. ആദ്യം നമുക്ക് കിട്ടും ഖരം, ദ്രാവകം, വാതകം. ഓക്കെ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. അങ്ങനെയാണ്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. പിന്നെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. പിന്നെ അടുത്തത് വരുന്നത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഓക്കെ. പിന്നെ ക്വാർക്ക് ഗ്ലൂവോൺ. ഓക്കെ. 7ാമത്തെ വരുന്നത് 4 വരെ ഒന്ന് സെറ്റാക്കി വെക്കാം. ഏതാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. 4 കിട്ടിയോ? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഇതാണ് 4. അതിൽ ചോദ്യം വരാറുള്ളത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദ്യം വരാറുള്ളത് പ്ലാസ്മയെ കുറിച്ചിട്ടാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതെന്ന് ചോദിച്ചാലും പ്ലാസ്മയാണ്. ഓക്കെ. അപ്പോൾ പഠിച്ചു വെക്കുക. 4ാമത്തെ ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഏതാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ആദ്യം ഖരാവസ്ഥയിലാണ് ഉണ്ടാവുക, കട്ടിയുള്ള സാധനം. അതിനെ പിന്നെ നമ്മൾ എന്താണ്? ദ്രാവകമാക്കി മാറ്റും. പിന്നെ അതിനെന്താക്കി? വാതകമാക്കി മാറ്റും. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഓക്കെ. 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. 5 ഏതാണ്? 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഓക്കെ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ഏത്? 5ാമത്തെ അവസ്ഥ. അപ്പൊ 5ാമത്തെ അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഓക്കെ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ അറിയപ്പെടുന്നതാണ് അല്ലെ? സത്യേന്ദ്രനാഥ് ബോസിന്റെയും പിന്നെ ആരാണ് ഈ ഐൻസ്റ്റീൻ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവുമല്ലോ. ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീന്റെയും പേരിൽ അറിയപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6ാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് 6ാമത്തെ അവസ്ഥ. 6ാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 5 ഏതാണ്? 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും 6 ഏതാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റും. 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഏതാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഓക്കെ. ഇനി ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. അതാണ് 7ാമത്തെ അവസ്ഥ.
ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ് ദ്രവ്യത്തിന്റെ 7ാമത്തെ അവസ്ഥ. ഈ 7 അവസ്ഥകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, PSCയിൽ കൊടുത്തിട്ടുള്ളത്. ഇനിയും ഒരു 3 അവസ്ഥകൾ കൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാണ്ട് 10 അവസ്ഥകൾ നമുക്ക് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ബാക്കി 8ഉം 9ഉം 10ഉം കൂടെ ഒന്ന് പഠിച്ചാലോ. 8 ഏതാണ്? ദ്രവ്യത്തിന്റെ 8ാമത്തെ അവസ്ഥ. ദ്രവ്യത്തിന്റെ 8ാമത്തെ അവസ്ഥയാണ് റൈഡ്ബർഗ്. ഓക്കെ, ദ്രവ്യത്തിന്റെ 8ാമത്തെ അവസ്ഥയാണ് റൈഡ്ബർഗ്. റൈഡ്ബർഗ് എത്രാമത്തെ അവസ്ഥയാണ്? 8ാമത്തെ അവസ്ഥയും 9ാമത്തെ അവസ്ഥ ജാൻ ടെല്ലർ മെറ്റൽ. മാർക്ക് ചെയ്ത് വെച്ചോട്ടോ, അഥവാ അത് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ചിലപ്പോൾ ചോദ്യം വരും, ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏത്, അല്ലെങ്കിൽ 10ാമത്തെ അവസ്ഥ ഏത്. അതിപ്പോൾ പുതിയതായിട്ടും ചോദ്യം അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ 9ാമത്തെ അവസ്ഥ, 8ാമത്തെ അവസ്ഥ, 10ാമത്തെ അവസ്ഥ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോ. 8 ഏതാണ്? റൈഡ്ബർഗ്. റൈഡ്ബർഗ് ആണ് 8ാമത്തെ അവസ്ഥ. റൈഡ്ബർഗ്. ഞാൻ വേണമെങ്കിൽ ഓർത്ത് വെക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. റൈഡ് പോകുന്നത് നമ്മൾ ബൈക്കിലല്ലേ, റൈഡ് പോകുന്നത് ബൈക്കിൽ റൈഡ് പോകാൻ ആലോചിച്ചാൽ ഈ ബൈക്കിൽ നമുക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ എന്ത് വേണം? 8 ഇടണം. ഓക്കെ അല്ലേ? 8 ഇട്ടാലേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. 8 ഇട്ടാലേ ലൈസൻസ് കിട്ടുള്ളൂ. ലൈസൻസ് കിട്ടിയാൽ നമുക്ക് റൈഡ് പോവാം. അപ്പോൾ റൈഡ്ബർഗ് എത്രാമത്തെ അവസ്ഥയാണ്? 8ാമത്തെ അവസ്ഥയല്ലേ? ഇനി മറന്നു പോകില്ലല്ലോ. അപ്പോൾ 8ാമത്തെ അവസ്ഥ കിട്ടി. എന്താണ്? റൈഡ്ബർഗ് ആണ്. റൈഡ്ബർഗ്. അപ്പോൾ റൈഡ് പോകണമെങ്കിൽ നമ്മൾ 8 ഇട്ടിട്ട് ലൈസൻസ് വാങ്ങണം, എന്നിട്ടേ നമുക്ക് റൈഡ് പോകാൻ പറ്റുള്ളൂ എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ റൈഡ്ബർഗ് ഏതാണ്? 8ാമത്തെ അവസ്ഥ. ജാൻ ടെല്ലർ മെറ്റൽ. ജാൻ ടെല്ലർ മെറ്റൽ ആണ് ഏത്? 9ാമത്തെ അവസ്ഥ. 9ാമത്തെ അവസ്ഥ ജാൻ ടെല്ലർ മെറ്റൽ. ഇനി 10ാമത്തെ അവസ്ഥ കൂടി നോക്കാം. കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്. കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്. കളർ ഗ്ലാസ് കണ്ടൻസേറ്റ് ആണ് എത്രാമത്തെ അവസ്ഥ? 10ാമത്തെ അവസ്ഥ. ഓക്കെ, 10ാമത്തെ അവസ്ഥ കളർ ഗ്ലാസ് കണ്ടൻസേറ്റ് ആണ്. 10ാമത്തെ അവസ്ഥ ഏതാണ്? കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്. 1ാമത്തെ അവസ്ഥ ഏതാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. പിന്നെ ഏതാണ്? 5 ബോസ് ഐൻസ്റ്റൈൻ. ഈ 7 എന്തായാലും നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വെക്കുക. ചിലപ്പോൾ നമുക്ക് ബോക്സ് ആയിട്ടൊക്കെ തന്നിട്ട് 1 മുതൽ 4 വരെയൊക്കെ കൊടുത്തിട്ട് ഇതിൽ ഓർഡർ ആക്കാൻ പറയും. അപ്പോൾ ഓർഡർ ആക്കാൻ നിങ്ങൾക്ക് കിട്ടണം. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. 5 ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. 6 ഏതാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് അല്ലേ? പിന്നെ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. 7ാമത്തെയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. 7ാമത്തെ അവസ്ഥ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് അറിഞ്ഞു വെച്ചോ. പിന്നെ ഈ പ്ലാസ്മയെ കുറിച്ചുള്ള പോയിന്റ്സും നമ്മൾ അറിഞ്ഞു വെക്കണം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോ? പിന്നെ ഈ 8, 9, 10 ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. 10ാമത്തെ അവസ്ഥയാണ് കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്. ഓക്കെ, റൈഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ ആലോചിക്കുക? റൈഡ് വെച്ചിട്ട് 8നെ നിങ്ങൾക്ക് ആലോചിക്കാം. ഓക്കെ, റൈഡ് വെച്ചിട്ട് 8നെ ആലോചിക്കാം. അപ്പോൾ അത് കിട്ടി. ഇനി ഓരോന്നിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് പറഞ്ഞുതരാം. അതിൽ പ്രധാനമായിട്ട് ഞാൻ പ്ലാസ്മനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം. ഏറ്റവും ഉയർന്ന ഊഷ്മാവുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണെന്ന് ചിലപ്പോൾ ചോദ്യം വരും. ഉയർന്ന ഊഷ്മാവുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മയാണ്. ഉയർന്ന ഊഷ്മാവ് പഠിച്ചു വെക്കണേ. ഉയർന്ന ഊഷ്മാവുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ. ഓക്കെ, ഉയർന്ന ഊഷ്മാവ്. അപ്പോൾ ഉയർന്ന ഊഷ്മാവുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ്. ഉയർന്ന ഊഷ്മാവുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ. പ്ലാസ്മയാണ് ഉയർന്ന ഊഷ്മാവുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ. ഇനി പ്രപഞ്ചത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യം ഏത് അവസ്ഥയിലാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്ലാസ്മയാണ്. ഓക്കെ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യം ഏത് അവസ്ഥയിലാണെന്ന് ചോദ്യം വന്ന ഏതാണ്? പ്ലാസ്മയാണ്. ഓക്കെ, പ്ലാസ്മ. ഏതാ ഉയർന്ന ഊഷ്മാവുള്ളത് ഏതെന്ന് ചോദിച്ചാലും പ്ലാസ്മയാണ്. ഉയർന്ന ഊഷ്മാവും പ്രപഞ്ചത്തിൽ കൂടുതൽ. മാക്സിമം നോട്ട്സ് എഴുതുമ്പോൾ ചെറുതാക്കിയിട്ട് എഴുതുക കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ എന്തിനെ പറ്റിയിട്ടാണ്? ദ്രവ്യത്തിന്റെ അവസ്ഥകൾ. അപ്പോൾ ഹെഡിങ് നമുക്കറിയാം, ദ്രവ്യത്തിന്റെ അവസ്ഥകൾ എന്നുണ്ടാവും. ഇനി ചോദ്യം വെച്ചിട്ട് എഴുതരുത്. 1ാമത്തെ ചോദ്യം, 1ാമത്തെ ദ്രവ്യത്തിന്റെ അവസ്ഥ ഏത്? ഖരം. 2ാമത്തെ ദ്രവ്യത്തിന്റെ അവസ്ഥ ഏത്? വാതകം അല്ല ദ്രാവകം. 3ാമത്തെ ഏത്? വാതകം. ഈ രീതിയിൽ എഴുതരുത്. ആദ്യം ദ്രവ്യത്തിന്റെ അവസ്ഥകൾ എന്ന് കൊടുത്തിട്ട് ഈ 10 ഒന്ന് ഓർഡറിൽ എഴുതി വെക്കുക. പിന്നെ നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ പ്ലാസ്മ എന്നൊരു സബ് ഹെഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉയർന്ന ഊഷ്മാവ്. പിന്നെ ചോദ്യം പോലെ എഴുതരുത് ഉയർന്ന ഊഷ്മാവുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ ഏത് എന്നൊക്കെ ചോദ്യം വെച്ചിട്ട് അത്രയും നിങ്ങളുടെ നോട്ട് എത്രത്തോളം നിങ്ങൾക്ക് വലുതായി തോന്നുന്നു അത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയും. അയ്യോ, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചെടുക്കണ്ടേ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും. അപ്പോൾ അതിന് അങ്ങനെ നോട്ട് എഴുതരുത്. നോട്ടുകൾ എപ്പോഴും ചെറുതാക്കുക. അതിൻ്റെ ഉള്ളിൽ വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾ നോട്ടുകൾ ചെറുതാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ചെറുതാക്കി നിങ്ങൾ കൊടുത്തിട്ട് പ്ലാസ്മ, ഉയർന്ന ഊഷ്മാവ്, പിന്നെ അടുത്ത പോയിന്റ് എന്ന പ്രപഞ്ചത്തിൽ കൂടുതൽ അത്ര മാത്രം മതി. പ്രപഞ്ചത്തിൽ കൂടുതൽ എന്താണത്? കാരണം ഹെഡിങ് ആയിട്ട് അവിടെ ഉണ്ട് ദ്രവ്യത്തിന്റെ അവസ്ഥകളാണ്. അതിൽ പ്ലാസ്മയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ ദ്രവ്യത്തിന്റെ അവസ്ഥ. ബാക്കി നമുക്ക് അവിടെ
റിവൈസ് ചെയ്ത് എടുക്കാൻ കിട്ടും. സാധാരണ ഈ പോയിന്റ് നമ്മളിവിടെ എന്തിനു എഴുതിയും നമ്മളവിടെ ആലോചിച്ചെടുക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു റിവിഷൻ നടക്കുന്നുണ്ട്, ഉള്ളിലൊരു മെത്തേഡ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നോട്ടുകൾ മാക്സിമം ചെറുതാക്കുക. എന്നാൽ നിങ്ങൾക്ക് വായിച്ചതും അതെന്താണെന്ന് കണക്ട് ആവണം. അത് കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു റിവിഷൻ മെത്തേഡ് നടക്കും. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഭരണഘടന, നമ്മളെപ്പോഴും ഉദാഹരണം പറയുന്നത് ഭരണഘടനയിൽ ഇപ്പോൾ ഭരണഘടനയുടെ പിതാവാണ് BR അംബേദ്കർ, ഭരണഘടന വേണമെന്ന് പറഞ്ഞത് MN റോയ് ആണ്. അപ്പോൾ നമ്മൾ ഇത്ര മാത്രം കൊടുത്താൽ മതി. ആദ്യം MN റോയ് എന്ന് കൊടുക്കുക, പിന്നെ BR അംബേദ്കർ എന്ന് കൊടുക്കുക. ഈ രണ്ട് പേര് കണ്ട ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ എന്തിനാണ് എഴുതിയത് നമ്മൾ ആലോചിക്കൂലേ? അപ്പോൾ ഇത് എന്തിനാണ് എഴുതിയത്? മീൻസ് ഈ ഭരണഘടന നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ MN റോയ് എന്ന അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ട്. ഈ MN റോയ് ആരാണ്? ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ എന്തിനിവിടെ എഴുതി? നമ്മൾ ഉള്ളിലൊന്ന് ചിന്തിക്കൂലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? MN റോയ് ആണ്. പിന്നെ ആരാണ്? BR അംബേദ്കർ. അദ്ദേഹത്തിന്റെ പേര് നമ്മൾ എന്തിനാ അവിടെ എഴുതിയത്? അപ്പോഴും നമ്മൾ ചിന്തിക്കും ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവാണ്, അല്ലെങ്കിൽ ഭരണഘടന നിർമ്മിച്ചത്, ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? BR അംബേദ്കർ ആണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്ത് നടക്കുന്നുണ്ട്? റിവിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, റിവിഷൻ മെത്തേഡ് ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ നോട്ടുകൾ മാക്സിമം ചെറുതാക്കുക. അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പഠനത്തിനോടുള്ള ഇൻട്രസ്റ്റും കുറച്ചുകൂടി കൂടും. ഓക്കെ, നമ്മുടെ നോട്ടുകൾ ചെറുതായിട്ട് ഈ നോട്ടുകൾ വായിച്ചിട്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു റിവിഷൻ നടക്കുന്നുണ്ട്, എനിക്കിതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് തോന്നിയാൽ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി കൂടും, പഠിക്കാനുള്ള ഇൻട്രസ്റ്റും നമുക്ക് കൂടും. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ നോട്ടുകൾ മാക്സിമം ചെറുതാക്കുക. ഓക്കെ, അപ്പൊ പ്രപഞ്ചത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? പ്ലാസ്മയാണ് പ്രപഞ്ചത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ. ഇനി സൂര്യനിൽ കൂടുതലായി കാണപ്പെടുന്നത്, അതും ചോദ്യം വരും. നേരത്തെ നമ്മൾ ഹൈഡ്രജന്റെ പഠിച്ചതുപോലെ തന്നെ സൂര്യനിൽ കൂടുതലായി കാണപ്പെടുന്നതും നക്ഷത്രങ്ങളുടെ കേന്ദ്രഭാഗത്ത് കൂടുതലായി കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയും ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? പ്ലാസ്മയാണ്. ഏതാണ്? പ്ലാസ്മ. ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയായിട്ടുള്ള പ്ലാസ്മയാണ്. ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ സൂര്യനിലും നക്ഷത്രങ്ങളുടെ കേന്ദ്രഭാഗത്തും. അപ്പൊ സൂര്യനിൽ അത്രമാത്രം മതി ശരിക്കും അവിടെ പോയിന്റ്, ബാക്കി നിങ്ങൾ ഓർത്തെടുക്കണം. അപ്പൊ സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഉള്ളിൽ റിവൈസ് ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് നോട്ട് മാക്സിമം ചെറുതാക്കുക. ഓക്കെ, അപ്പൊ നക്ഷത്രത്തിന്റെ കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയായിട്ടുള്ള പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും ക്രമരഹിതമായി കാണപ്പെടുന്നത്, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇനി എഴുതുന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റാർ ഇട്ട് വെച്ചോ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് എന്ന് ചോദിച്ചാൽ അതേതാണ്? തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് ഏതിലാണ്? പ്ലാസ്മയിലാണ്. തന്മാത്രകൾ ഏറ്റവും, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പ്ലാസ്മനെ പറ്റിയിട്ട് മാത്രമേ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് പറയുന്നുള്ളൂ. അത് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ബാക്കിയുള്ളതിൻ്റെ ഒരു പോയിന്റ് ഒക്കെ ജസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇത് പ്ലാസ്മ എന്തായാലും അറിഞ്ഞു വെക്കുക. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സൂര്യനിൽ, നക്ഷത്രങ്ങളുടെ കേന്ദ്രഭാഗത്ത്, ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ തന്മാത്രകൾ ക്രമരഹിതമായി, ഏറ്റവും കൂടുതൽ തന്മാത്രകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് പ്ലാസ്മയാണ്. ഓക്കെ, പ്ലാസ്മ. ഇനി നമ്മൾ പഠിച്ചിരുന്നു ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഇല്ലേ? ഫെർമിയോണിക് കണ്ടൻസേറ്റ് നമ്മൾ പഠിച്ചതായിരുന്നു. എത്രാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്? ഒന്ന് ഓർത്ത് നോക്ക്. ഫെർമിയോണിക് കണ്ടൻസേറ്റ് എത്രാമത്തെ അവസ്ഥയാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് 6ാമത്തെ അവസ്ഥയാണ് അല്ലേ? 6. ഞാൻ എപ്പോഴും 6 വെച്ചിട്ട് ഒരു കണക്ഷൻ പറയാറുണ്ട്. ഇതുണ്ട് 6 വെച്ചിട്ട് നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിൽ മിക്കവാറും ഒരു ഉണ്ടാവും. ഓക്കെ, ഉണ്ടാവും. അന്താരാഷ്ട്ര പയർ വർഷം 2016, ഗാർഹിക പീഡന നിരോധന നിയമം 2006. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും ഒരു കണക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് മഴവെള്ളത്തിന്റെ pH മൂല്യം ചോദിച്ചാൽ 6, അപ്പം മഴക്കാറ്, അപ്പോൾ വെച്ചിട്ട് ഒരു കണക്ഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം. ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് ദ്രവ്യത്തിന്റെ 6ാമത്തെ അവസ്ഥ. 5ാമത്തെ അവസ്ഥ ഏതാണെന്ന് വെച്ചാൽ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഈ ഫെർമിയോണിക് കണ്ടൻസേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഏറ്റവും താഴ്ന്ന ഊഷ്മാവിൽ, ഉയർന്ന ഊഷ്മാവ് ഏതിനാണ് നമ്മൾ പഠിച്ചു? ഉയർന്ന ഊഷ്മാവ് പ്ലാസ്മക്കാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ താഴ്ന്ന ഊഷ്മാവിൽ കാണപ്പെടുന്നത് ഏത് എന്നൊരു ചോദ്യം വരില്ലേ? അപ്പൊ താഴ്ന്ന ഊഷ്മാവിൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ. ഓക്കെ, താഴ്ന്ന ഊഷ്മാവിൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. ഏതാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് കൂടി നിങ്ങളൊന്ന് ഓർത്തു വെച്ചോ. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അല്ലേ? സയന്റിസ്റ്റിന്റെ പേരിൽ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതെന്ന് ചോദ്യം വന്നാൽ അത് ഏതാണ്? അത് ബോസ്-ഐൻസ്റ്റീൻ. ബോസ് ആരാണ്? സത്യേന്ദ്രനാഥ് ബോസ് ആണ് അല്ലേ? സത്യേന്ദ്രനാഥ് ബോസും പിന്നെ ഒരാൾ ആരാണ്? ഐൻസ്റ്റീൻ. ആ പേര് കേട്ടാൽ തന്നെ കിട്ടും, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അങ്ങനെ 2 ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഏത്? ഇനി ഒരു പക്ഷേ നിങ്ങൾ കാണാതെ പഠിച്ചില്ലെങ്കിലും സാമാന്യ ബോധം വെച്ച് ചിന്തിച്ച് അവിടെ കിട്ടൂലേ? ഖരം.
ഇത് ഏതെങ്കിലും ശാസ്ത്രജ്ഞന്റെ പേരാണോ? അല്ല. ദ്രാവകം ഒരു ശാസ്ത്രജ്ഞന്റെ പേരാണോ? അല്ല. അപ്പൊ ആലോചിച്ച് വെക്കുക, ഈ ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നൊക്കെ കൊടുക്കുമ്പോൾ ബോസും അവിടെ കാണും, ഇനി ഒന്നുമില്ലെങ്കിൽ ഐൻസ്റ്റീൻ അവിടെ ഉണ്ടാവും. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അല്ലേ, അപ്പൊ ഐൻസ്റ്റീനെ കണ്ടാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, തന്മാത്രകൾ ക്രമരഹിതമായി പഠിച്ചു വെക്കണേ, അത് പ്ലാസ്മയിലാണ്. ഓക്കെ, ഓർത്തു വെക്കണം, തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് പ്ലാസ്മയാണ്, ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങൾ ദ്രവ്യവുമായി ബന്ധപ്പെട്ട്, ദ്രവ്യത്തിന്റെ അവസ്ഥകളുമായി ബന്ധപ്പെട്ട് ഓക്കെയാണ്. ഹായ്, നിങ്ങളിൽ പലരുടെയും ആവശ്യപ്രകാരം നിങ്ങൾക്ക് കൂടി ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യം മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക. നല്ലൊരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയല്ലേ നിങ്ങൾ? അപ്പോൾ ദിവസവും ഒരു 10-20 മിനിറ്റ് മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓഗസ്റ്റിൽ വാട്സപ്പിലൂടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണെങ്കിലും ആദ്യം ജോയിൻ ചെയ്യുന്ന 100 ആളുകൾക്ക് 99 രൂപ ഫീസിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ബാച്ചിൽ അംഗമാവാവുന്നതാണ്. അതിനുശേഷം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 150 രൂപ ഫീസിലും ബാച്ചിൽ അംഗത്വം എടുക്കാവുന്നതാണ്. ഓഗസ്റ്റിലാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നതെങ്കിലും അതിന് മുന്നോടിയായി ജൂൺ, ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഓരോ പരീക്ഷകൾക്കും വേണ്ട ടിപ്സ്, അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ, കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഓരോ പരീക്ഷകൾക്ക് മുമ്പും നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ, അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഇതേതാണ്? നീതി ആയോഗുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? ഞാൻ പറയലുണ്ട്, എപ്പോഴും പറയലുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് തന്നെ ഇതിനെ പഠിച്ചിട്ട് പോകണം, നീതി ആയോഗിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞു പോവാം. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. എന്ത് തോന്നുന്നു, ശരിയാണോ? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ആണോ? 2015 ജനുവരി 1. അതെ. എന്തിനു പകരമായിട്ടാണ്? ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്നതാണ് അല്ലേ? ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്നതാണ് നീതി ആയോഗ്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ശരിയാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തെറ്റായതാണ്. നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷനായിരുന്നു സുമൻ ബറി. ഓക്കെ, കാണുമ്പോൾ തന്നെ തോന്നും അതെ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനാണ് സുമൻ ബറി. അതെ, ഉപാധ്യക്ഷനാണ്, പക്ഷെ ആദ്യത്തെ അല്ല, നിലവിലെ ഉപാധ്യക്ഷനാണ് സുമൻ ബറി. അപ്പൊ തെറ്റില്ല അവിടെ. സ്പീഡിൽ ആൻസർ ചെയ്യരുത്, സ്പീഡിൽ പോയിട്ട് ആൻസർ ചെയ്താൽ സുമൻ ബറി ഉപാധ്യക്ഷനാണ് നമ്മുടെ മൈൻഡ് വേഗം നമുക്ക് പറഞ്ഞു തരും. അതെ, ഉപാധ്യക്ഷനാണ് സുമൻ ബറി നമുക്ക് പറഞ്ഞു തരും. ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അത് തെറ്റാണ്. നീതി ആയോഗ് എന്താണ്? ഒരു ഉപദേശക സമിതിയാണ് അല്ലേ? അഡ്വൈസറി ബോഡിയാണ്. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. 2ഉം 3ഉം തെറ്റ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. നീതി ആയോഗ് എന്താണ്? ഒരു അഡ്വൈസറി ബോഡിയാണ് അല്ലേ? അഡ്വൈസറി ബോഡിയാണ്, ഒരു ഉപദേശക സമിതിയാണ്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നു അല്ലേ? എന്താണ് ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ നീതി ആയോഗാണ്. അപ്പൊ നീതി ആയോഗ് എന്താണ്? ഒരു ഉപദേശക സമിതിയാണ്. എന്നാണ് നിലവിൽ വന്നത്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നു. എന്തിനു പകരമായിട്ടാണ് നിലവിൽ വന്നത് നീതി ആയോഗ്? 2015 ജനുവരി 1 നിലവിൽ വരണമെങ്കിൽ അതിനു മുമ്പ് എന്തിൻ്റെയോ പകരമായിട്ടാണ് ഇത് നിലവിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ മുമ്പുള്ള സാധനം പിരിച്ചുവിടണ്ടേ? എന്താണ്? ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിടണ്ടേ? അതെപ്പോഴാണ്? 2014 ഓഗസ്റ്റ് 17 2014 ഓഗസ്റ്റ് 17 കിട്ടിയല്ലോ. 2014 ഓഗസ്റ്റ് 17 നീതി ആയോഗ് നീതി ആയോഗ് അല്ല, ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടത്. ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടത് എപ്പോഴാണ്? 2014 ഓഗസ്റ്റ് 17 നീതി ആയോഗ് 2015 ജനുവരി 1 നിലവിൽ വന്നു. നീതി ആയോഗ് എന്താണ്? അതിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ചോദ്യം വരും, നീതി ആയോഗ് എന്നതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദ്യം വരും, വന്നിട്ടുണ്ട്, ഇനിയും വരും. പ്രതീക്ഷിച്ചു പോയിക്കോ. നീതി ആയോഗ് നാഷണൽ NITI എന്നല്ലേ? NITI എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എന്താണ്? ട്രാൻസ്ഫോമിംഗ് ആണ്. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇന്ത്യയാണ്. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിന്റെ മുഴുവൻ പേര്. അപ്പോൾ എന്താണ്? നാഷണൽ. എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒന്ന് റിപ്പീറ്റ് ചെയ്തു. ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ മണ്ട കയറ്റി തന്നെ. കാരണം എല്ലാത്തിലും NITI വെച്ചിട്ടുള്ള ഫുൾ ഫോമുകളെ കൊടുത്തിട്ടുണ്ടാവുക. 4 ഓപ്ഷൻസും ഒരേപോലെ ഇതാണെന്ന് തോന്നിപ്പോവും. അപ്പൊ പഠിച്ചു വെച്ചോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ.
അപ്പൊ 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. എപ്പോഴാണ് ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടതെന്ന് ചോദിക്കും. ഇനി ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെടുത്തി ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു തരട്ടെ. ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാലും, നീതി ആയോഗിന്റെ നിലവിലെ അധ്യക്ഷൻ അല്ലെങ്കിൽ നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാലും അത് ആരാണ്? നരേന്ദ്രമോദിയാണ്. ആസൂത്രണ കമ്മീഷൻ ആയാലും നീതി ആയോഗ് ആയാലും എപ്പോഴും അധ്യക്ഷ പദവിയിൽ ആരാവും? പ്രധാനമന്ത്രിയാവും. അപ്പൊ 2014 ഇത് പിരിച്ചുവിടും, 2014 പിരിച്ചുവിടുന്ന ആ സമയത്തും പിന്നെ 2015 ജനുവരി 1 ഇത് നിലവിൽ വരുമ്പോഴും ഇവിടെ പ്രധാനമന്ത്രി ആരായിരുന്നു? നരേന്ദ്രമോദിയായിരുന്നു. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടുകയേ ഇല്ലേ? അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷനും നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷനും ആര്? നരേന്ദ്രമോദിയാണ്. ആരാണ്? നരേന്ദ്രമോദി. അപ്പൊ പലർക്കും ഡൗട്ട് ഉണ്ടാവും, ആരാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു ആണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ. 1950 മാർച്ച് 15 ഏത് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. ആദ്യ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു, ആദ്യ ഉപാധ്യക്ഷനായിരുന്നു ഗുൽസാരിലാൽ നന്ദ. അല്ലേ? കിട്ടൂലേ? അപ്പൊ ചിലപ്പോൾ അതും ചോദ്യം വരും, ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദ്യം വന്ന അതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യ ഉപാധ്യക്ഷൻ ആര് എന്ന് ചോദ്യം വന്ന അതാരാണ്? ഗുൽസാരിലാൽ നന്ദയാണ്. ഗുൽസാരിലാൽ നന്ദയാണ് ആദ്യ ഉപാധ്യക്ഷൻ. അത് വെച്ചിട്ടാണ് വേറൊരു പോയിന്റും കൂടി പഠിച്ചോ. ഒന്നാം പഞ്ചവത്സര പദ്ധതി 51 മുതൽ 56 വരെയുള്ള ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവും ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ഗുൽസാരിലാൽ നന്ദയുമാണ്. അപ്പൊ 2 പോയിന്റ്സ് കിട്ടി. ഒന്ന്, ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും നെഹ്റുവും ഗുൽസാരിലാൽ നന്ദയും. പിന്നെ പഞ്ചവത്സര പദ്ധതി, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ആരാണ്? നെഹ്റുവും ഗുൽസാരിലാൽ നന്ദയും. അപ്പൊ അവിടെ പോയിന്റ്സ് കിട്ടി. ഇനി ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ആരാണ്? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി. ഓക്കെ. അപ്പൊ 2015 ജനുവരി 1 നിലവിൽ വന്നത്. നരേന്ദ്രമോദി ആയിരുന്നു ആദ്യ അധ്യക്ഷൻ. ഓക്കെ. ആദ്യ അധ്യക്ഷൻ നരേന്ദ്രമോദി. അത് ആദ്യത്തെ മാത്രമല്ല, ഇപ്പോഴും അധ്യക്ഷൻ ആരാ? ഇപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി ആരാ? ഈ പോയിന്റ് അറിഞ്ഞു വെച്ചാൽ മതി, ലോജിക്കലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്ക്, നീതി ആയോഗിന്റെ അധ്യക്ഷ പദവിയിൽ എപ്പോഴും ഇരിക്കുന്നത് ആരാവും? പ്രധാനമന്ത്രിയാവും. നിലവിലും നമ്മുടെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഇത് നിലവിൽ വരുമ്പോഴും ഇപ്പോൾ നിലവിലും നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പൊ ആ പോയിന്റ് ഓക്കെ ആണ്. അപ്പൊ ഇനി അധ്യക്ഷൻ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഉപാധ്യക്ഷൻ ആരാ? ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാ? അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ. അരവിന്ദ് മാർക്ക് ചെയ്ത് വെച്ചോ. അരവിന്ദ് പനഗരിയാണ് ആദ്യ ഉപാധ്യക്ഷൻ. ഏതിന്റെ? നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. ഓക്കെ, അരവിന്ദ് പനഗരിയ. ആദ്യ CEO ആരാ എന്ന് ചോദിച്ചാൽ അതാരാണ്? സിന്ധു ശ്രീ ഖുള്ളറാണ്. സിന്ധു ശ്രീ ഖുള്ളർ. അപ്പൊ അതും കൂടെ മാർക്ക് ചെയ്ത് വെച്ചോ. സിന്ധു ശ്രീ ഖുള്ളർ. എന്താണ്? നീതി ആയോഗിന്റെ ആദ്യ CEO ആണ് സിന്ധു ശ്രീ ഖുള്ളർ. അപ്പൊ എന്തൊക്കെ പഠിച്ചു? നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 ആദ്യ ഉപാധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷൻ നമുക്കറിയാം. അപ്പൊ അതിന് പഠിക്കണ്ട. അപ്പൊ അതിനത്ര നിങ്ങളിങ്ങനെ തലപൊകഞ്ഞ് പഠിക്കൊന്നും വേണ്ട. അത് മനസ്സിൽ കയറ്റി വെച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാം അധ്യക്ഷൻ ആരാവും? പ്രധാനമന്ത്രിയാണ്. ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പൊ ആദ്യ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അരവിന്ദ് പനഗരിയ. ഓക്കെ, അരവിന്ദ് പനഗരിയ. ഓക്കെ, അരവിന്ദ് പനഗരിയ. ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അല്ലേ? ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാലും ആരാണ്? അതും അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ. അപ്പൊ ധനകാര്യ പനഗരിയ അവിടെ കിട്ടൂലേ? ധനകാര്യ പനഗരിയ. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഏതാണ്? ധനകാര്യ പനഗരിയ. ഓർത്തു വെക്കുക. ജസ്റ്റ് ഒപ്പം പറഞ്ഞു എന്നുള്ളൂ. ഒരു കറണ്ട് അഫയർ ആയിട്ടും കൂടി പഠിച്ചു വെക്കാലോ. അപ്പോൾ എന്താണ്? നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ, ആദ്യ CEO സിന്ധു ശ്രീ ഖുള്ളർ ആണ് ആദ്യ CEO. അപ്പൊ ആദ്യ ഉപാധ്യക്ഷനും കിട്ടി, CEOയും കിട്ടി. അപ്പൊ നമ്മൾ നിലവിലെയും പഠിക്കണ്ടേ? നിലവിലെ ആരാണ്? നിലവിലെ അധ്യക്ഷൻ നമുക്കറിയാം, നരേന്ദ്രമോദിയാണ്. നിലവിലെ CEO ആരാണ്? സുമൻ ബെറിയാണ്. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, അത് നിലവിലെ CEO ആണ് അല്ലെ? സുമൻ ബെറിയാണ് നിലവിലെ CEO. നിലവിലെ ഉപാധ്യക്ഷനാണ് സുമൻ ബെറി. നിലവിലെ ഉപാധ്യക്ഷനാണ് പഠിച്ചു നോക്കണേ. നിലവിലെ ഉപാധ്യക്ഷനാണ് സുമൻ ബെറി. നിലവിലെ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനാണ് സുമൻ ബെറി. നിലവിലെ നീതി ആയോഗിന്റെ CEO ആരാന്ന് വെച്ചാൽ BVR സുബ്രഹ്മണ്യം. ഓക്കെ, BVR സുബ്രഹ്മണ്യമാണ് നിലവിലെ CEO. BVR സുബ്രഹ്മണ്യം. നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറി. ഓക്കെ, നിലവിലെ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ സുമൻ ബെറി. CEO ആരാന്ന് ചോദിച്ചാൽ
BVR സുബ്രഹ്മണ്യം. ആദ്യത്തെ ആരാ? നമുക്കിത് കഴിഞ്ഞിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് സെറ്റ് ആക്കാം കേട്ടോ. അപ്പൊ ഇതുവരെ ഓക്കെ ആണല്ലോ, ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ഓക്കെ അല്ലേ? നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. 2015 ജനുവരി 1 നിലവിൽ വന്നത്. ചിലപ്പോൾ അങ്ങനെയും ചോദ്യം വരും താഴെ തന്നിരിക്കുന്നതിൽ എപ്പോഴാണ് നീതി ആയോഗ് അല്ലെങ്കിൽ നീതി ആയോഗ് നിലവിൽ വന്ന വർഷം എന്ന്. ഏത് വർഷം അല്ലേ? ഏത് വർഷം ദിവസം എപ്പോഴാണ്? 2015 ജനുവരി 1. നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത്? 2015 ജനുവരി 1. അതിന്റെ കൂടെ തന്നെ നമ്മളൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടത് 2014 ഓഗസ്റ്റ് 17. അപ്പൊ അതുവരെ ഓക്കെയാണ്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നു. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് ഇല്ലേ? ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നും ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നും ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ. എന്താണ് തിങ്ക് ടാങ്ക്? ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നും ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നത് ഏതാണ്? നീതി ആയോഗ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നും ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നത് ഏതാണ്? ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നും ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നത് ഏതാണ്? നീതി ആയോഗ് ആണ്. ശ്രദ്ധിക്കണം, ഇതൊരു ഉപദേശക സമിതിയാണ്. ഭരണഘടനാ സ്ഥാപനമല്ല. ഓക്കെ, ഭരണഘടനാ സ്ഥാപനമല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. എന്താണ്? ഉപദേശക സമിതി, അഡ്വൈസറി ബോഡിയാണ്. അപ്പൊ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നും ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നും അറിയപ്പെടുന്നു. 2015 ജനുവരി 1 നിലവിൽ വന്നത്. ഇനി ഒന്നുകൂടെ പഠിച്ചു വെക്കുക. അധ്യക്ഷന്മാരും ഉപാധ്യക്ഷന്മാരൊക്കെ നോക്കി നോക്കുക. ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആരാണ്? നരേന്ദ്രമോദിയാണ്. ആദ്യ ഉപാധ്യക്ഷനായിരുന്നു അരവിന്ദ് പനഗരിയ. ആദ്യ CEO ആയിരുന്നു സിന്ധു ശ്രീ ഗുള്ളർ. ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ, CEO സിന്ധു ശ്രീ ഗുള്ളർ. ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ, CEO സിന്ധു ശ്രീ ഗുള്ളർ. ഓക്കെ, ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ, CEO സിന്ധു ശ്രീ ഗുള്ളർ. ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ, CEO സിന്ധു ശ്രീ ഗുള്ളർ. ഇത് ആദ്യത്തെ. നിലവിലെ ആരാണ്? നിലവിലെ സുമൻ ബറിയും പിന്നെ ആരാണ്? BVR സുബ്രഹ്മണ്യം. സുമൻ ബറി, രണ്ടും സു വെച്ചിട്ടാണ് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇവിടെ രണ്ടും സു, അവിടെ ഉണ്ട് ഒരു സു. അവിടെ സു ഇല്ല, സി ആണ്. സിന്ധു ശ്രീ ഗുള്ളർ ആണ് സിന്ധു. അപ്പൊ ഇവിടെ സു എന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോഴത്തെ രണ്ടാൾക്കാർ ആരൊക്കെയാണ്? സു. ഓക്കെ, ഒന്ന് സുബ്രഹ്മണ്യം അല്ലെ, BVR സുബ്രഹ്മണ്യം, പിന്നെ ഒരാൾ സുമൻ ബറിയാണ്, സുമൻ ബറി. അപ്പൊ രണ്ടും കിട്ടി. ഓക്കെ, ആരാണ്? ഉപാധ്യക്ഷനാണ് സുമൻ ബറി. CEO ആരാന്ന് ചോദിച്ചാൽ BVR സുബ്രഹ്മണ്യം. അപ്പൊ അതുവരെ ക്ലിയർ ആയി. ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. ശരിയായത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. എന്ത് തോന്നുന്നു? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണോ ലാറ്ററൈറ്റ് മണ്ണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണ് അഥവാ അല്ലൂവിയൽ സോയിലാണ്. അപ്പൊ ഇത് തെറ്റാണ്, ഇത് ശരിയല്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ഇത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്ഷൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പഠിച്ചതാണ്. എക്കൽ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ്. മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 15. എന്ത് തോന്നുന്നു? മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 15. ഓക്കെ, അത് തെറ്റാണ്. ഓക്കെ, ഡിസംബർ 5 മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത്. കുറേ ആൾക്കാർക്ക് ഇപ്പോഴും അത് ഡൗട്ട് ഉണ്ട്. ഡിസംബർ 15 അല്ലേ മണ്ണ് ദിനം എന്നുള്ളത്? ഡിസംബർ 15 അല്ല, ഡിസംബർ 5. 2015 അവിടെയുള്ള ഒരു 15 വരുന്നത്. കാരണം മണ്ണ് വർഷമായി ആചരിക്കുന്നത് 2015 അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഡിസംബർ 15 അല്ല, ഡിസംബർ 5. അപ്പൊ അവിടെ പറഞ്ഞ മൊത്തം തെറ്റാണ്. ഓക്കെ, മൊത്തം തെറ്റാണ്. അപ്പൊ എല്ലാം തെറ്റ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ നമുക്കൊന്ന് പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ് അഥവാ അല്ലൂവിയൽ സോയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് അഥവാ അല്ലൂവിയൽ സോയിൽ. അല്ലു എന്തിനോട് എഴുതി അറിയോ? അല്ലു വെച്ച് നിങ്ങൾക്ക് നെല്ല് എന്നുള്ളതിനെ കണക്ട് ചെയ്യാം. അല്ലു, നെല്ല്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതെന്ന് ചോദ്യം വന്നാലും ഏതാണ്? എക്കൽ മണ്ണാണ്. ഓക്കെ, നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഓരോ പ്രധാനപ്പെട്ട കൃഷികൾ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് പരുത്തി കൃഷിക്ക് ചോദ്യം വരാറുണ്ട്. ഓക്കെ, പരുത്തി കൃഷിക്ക്, കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ചോദ്യം വരാറുണ്ട്. അപ്പൊ അത് മാത്രം ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയതൊന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ അല്ലൂവിയൽ സോയിൽ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം.
നമ്മുടെ രാജ്യത്തിന്റെ അതായത് ഇന്ത്യയുടെ വിസ്തൃതിയുടെ 40%, എത്ര ശതമാനമാണ്? 40% അടങ്ങിയിരിക്കുന്ന മണ്ണാണ് ഏതിൽ നിന്ന്? നമ്മുടെ ഇന്ത്യയുടെ വിസ്തൃതിയുടെ 40% എന്താണ്? എക്കൽ മണ്ണാണ്. ഓക്കെ, 40% എക്കൽ മണ്ണാണ്. അങ്ങനെ പഠിച്ചാൽ മതി. 40% ഇന്ത്യയുടെ വിസ്തൃതിയുടെ 40% എന്താണ്? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് രണ്ടെണ്ണം ഉണ്ടല്ലോ പ്രധാനമായിട്ട്, പുതിയതും പഴയതുമായിട്ട്. ഖാദർ, ഒന്ന് ഖാദർ, ഇതൊന്ന് അറിഞ്ഞു വെച്ചോ, ബങ്കർ. ഖാദർ, ബങ്കർ. ഇത് എന്തിനാ പറഞ്ഞു വെച്ചത്? ഖാദർ, ബങ്കർ ഏത് മണ്ണിനത്തിന്റെയാണെന്ന് ചോദിച്ചല്ലേ? ഏത് മണ്ണിനമാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? എക്കൽ മണ്ണാണ്. ഖാദർ, ബങ്കർ എന്നീ പേരുകൾ ഏത് മണ്ണിനത്തിന്റെയാണെന്ന് ചോദിച്ചാൽ ഇത് പുതിയതാണ്, ന്യൂ. ഖാദർ ന്യൂ, ബങ്കർ ഓൾഡ്. ഓക്കെ, ബങ്കർ ഓൾഡ്. ബങ്കർ ഓൾഡും ഖാദർ ന്യൂവുമാണ്. അപ്പൊ ന്യൂ ഏതാണ്? ഖാദർ, ബങ്കർ. ഇത് രണ്ടും ഏതാണ്? എക്കൽ മണ്ണാണ് കേട്ടോ. എക്കൽ മണ്ണാണ്. പുതിയതാണ് ഖാദർ, പഴയതിന്റെ പേരാണ് ഏതാണ്? ബങ്കർ. ബങ്കർ. അപ്പൊ അറിഞ്ഞു വെക്കുക. എന്താണ്? രാജ്യത്തിന്റെ വിസ്തൃതിയുടെ 40% എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? എക്കൽ മണ്ണാണ്. ഓക്കെ, എക്കൽ മണ്ണ് അഥവാ അല്ലൂവിയൽ സോയിൽ ആണ്. അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് അഥവാ അല്ലൂവിയൽ സോയിൽ. നെൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഓക്കെ, എന്താണ് ആദ്യം മണ്ണിനെ കുറിച്ച് അറിയണ്ടേ? മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ്. ഓർത്തു വെക്കാം, നമുക്ക് എങ്ങനെയും ഓർത്തു വെക്കാം. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി നമ്മൾ പറഞ്ഞു. പെഡോളജി, മണ്ണ്. ഓക്കെ, പെഡോളജി. നമുക്കറിയാം, ചെറുപ്പത്തിൽ നമുക്ക് എല്ലാ കുട്ടികൾക്കും എന്താവും പണി? എല്ലാ കുട്ടികൾക്കും ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്താ? പുറത്തു പോയിട്ട് മണ്ണിൽ കളിക്കുകയാണ്. ഓക്കെ, നമ്മുടെ അമ്മമാർ അതിന് സമ്മതിക്കൂ? ഇല്ല. അമ്മമാർക്ക് എന്ത് വന്നാലും മണ്ണിൽ കളിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ മണ്ണിൽ കളിക്കരുത് എന്ന് പറയും, അല്ലെങ്കിൽ മണ്ണിൽ കളിച്ചാൽ നല്ല തല്ല് കിട്ടും. എന്നാലും നമ്മൾ മണ്ണിൽ കളിക്കൽ നിർത്തുമോ? ഇല്ല. കുട്ടികൾ എന്തായാലും മണ്ണിൽ കളിക്കൽ നിർത്തൂല. അപ്പൊ ഈ മണ്ണിൽ കളി ആലോചിക്കുക. മണ്ണിൽ കളിച്ചാൽ നമ്മൾ എന്താലോചിക്കും? മണ്ണിൽ കളിച്ചു കഴിഞ്ഞിട്ട്, അമ്മ അതൊന്നും കണ്ടിട്ടില്ല മണ്ണ് കളിച്ചത്. മണ്ണിൽ കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്തായിരിക്കും ആ സമയത്ത്? അമ്മയുടെ മുമ്പിലെങ്ങാനും പോയി പെടോ എന്നല്ലേ? അമ്മയുടെ മുമ്പിലെങ്ങാനും പോയി പെടോ, അമ്മയുടെ മുമ്പിലെങ്ങാനും പോയി പെടുവോ എന്നാലോചിച്ചാൽ മതി കേട്ടോ. അമ്മയുടെ മുമ്പിലെങ്ങാനും പോയി പെടുവോ. ഓക്കെ, അങ്ങനെ ആലോചിച്ചൂടെ? അമ്മയുടെ മുമ്പിലെങ്ങാനും ഞാൻ പോയി പെടുവോ എന്നാലോചിച്ചാൽ പെഡോളജി. മണ്ണ് പെടുവോ, പെഡോളജി. മണ്ണ് പെടോ, പെഡോളജി. മണ്ണ് പെടോ, പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. അപ്പൊ പെഡോ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനം. ഇനി പെഡോജെനിസിസ് അല്ലേ? മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ്. മണ്ണ് രൂപം കൊള്ളുന്ന, മണ്ണ് രൂപം കൊള്ളുക പറഞ്ഞാൽ എന്താ? മണ്ണ് ജനിക്കുക. പെഡോജെനിസിസ്, ജനിക്കുകയാണ്. അപ്പൊ പെഡോ അവിടെ കിട്ടി, ജനിക്കുക, ജെനിസിസ്. പെഡോജെനിസിസ് ആണ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കുന്നത് 2015 മണ്ണ് ദിനം ഡിസംബർ 5. ഓക്കെ, രണ്ടും ഒന്നല്ല കേട്ടോ. 2015 ഡിസംബർ 5 2015 മണ്ണ് വർഷം. 2015 മണ്ണ് വർഷം. 2015 മണ്ണ് വർഷം. 2016 ഏതാ? പയറ് വർഷം. പയർ. 2016. 2023 പഠിച്ചു വെക്കണേ, മില്ലറ്റ് വർഷമാണ്. ചോദ്യം വരുന്നുണ്ട്. 2023 മില്ലറ്റ് വർഷം. ഓക്കെ, അപ്പൊ മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5. മണ്ണ് ദിനം ഡിസംബർ 5. ഡിസംബർ 15 അല്ല. ഡിസംബർ 15 അല്ല. മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5 മണ്ണ് ദിനം. മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5. അപ്പൊ 2015 കിട്ടി. മണ്ണ് വർഷം ഡിസംബർ 5 മണ്ണ് ദിനം. ഓക്കെ, അത് രണ്ടും കിട്ടി. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ്. നമ്മളിപ്പോൾ ഏത് മണ്ണിനെ കുറിച്ചാണ് പഠിച്ചത്? എക്കൽ മണ്ണിനെ കുറിച്ചാണ്. അല്ലൂവിയൽ സോയിൽ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ഏത്? അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്. എക്കൽ മണ്ണ്. അപ്പൊ അത് കിട്ടിയല്ലോ. രാജ്യത്തിന്റെ ഭൂവിസ്തൃതിയുടെ 40% ഏതാണ്? എക്കൽ മണ്ണാണ്. എക്കൽ. ഖാദർ, ബങ്കർ. രണ്ട് പേരുകൾ അറിഞ്ഞു വെച്ചോ. ഖാദർ പുതിയതും ബങ്കർ പഴയതും. അതുവരെ കിട്ടിയല്ലോ. ഇനി നമുക്ക് പ്രധാനമായിട്ടും ഒന്നിട്ട് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്. എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്. അതറിഞ്ഞു വെച്ചാൽ മതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. ഇനി മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ ചോദിക്കും. ഏത്? ചെങ്കൽ മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ എന്താണ്? ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ലാറ്ററൈസേഷൻ. അത് അതിൽ തന്നെ ഉണ്ട്. ലാറ്ററൈറ്റ് മണ്ണ്, ലാറ്ററൈസേഷൻ. ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അപ്പൊ അതും അതിലുണ്ട്. ലാറ്റിൻ, ലാറ്റർ. ഓക്കെ, ലാറ്ററൈസേഷൻ, ലാറ്റർ. ലാറ്ററൈറ്റ് മണ്ണല്ലേ? അപ്പോൾ ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ലെയ്റ്റർ. ലെയ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലെയ്റ്റർ,
കല്ല് എന്നാണ്. ലേറ്റർ എന്ന വാക്കിന്റെ അർത്ഥം കല്ല്, കല്ല്. ഓക്കെ, അപ്പൊ ചെങ്കൽ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ലാറ്ററൈസേഷൻ. അത് അതിൽ തന്നെ ഉണ്ട്, ലാറ്ററൈറ്റ് മണ്ണ്, ലാറ്ററൈസേഷൻ, ലാറ്ററൈസേഷൻ, ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്റിൻ പദത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്. ഓക്കെ, ലാറ്റിൻ പദത്തിൽ നിന്നും. ലേറ്റർ എന്ന വാക്കിന്റെ അർത്ഥം, ലേറ്റർ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ അതെന്താണ്? കല്ല്, കല്ല്, കല്ല് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്. ഓക്കെ, ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ലാറ്റിൻ, ലേറ്റർ ഒക്കെ അവിടെ കണക്ഷൻ ഉണ്ട്. ലാറ്ററൈറ്റ് മണ്ണ് എന്ന് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഫുൾ കണക്ഷൻ അവിടെ ഉണ്ട്. ലാറ്ററൈസേഷൻ, ലേറ്റർ എന്ന പദം കല്ല്, ലാറ്റിൻ പദമാണ്. അപ്പൊ ലാറ്റിൻ ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒന്നാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് എന്താ പ്രത്യേകത? ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാവുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഓക്കെ, ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാവുന്ന മണ്ണിനം, ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാവുന്ന മണ്ണിനമാണ് ഏത്? കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ. കറുത്ത മണ്ണാണ് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണിനം, ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ എന്താണ്? ബസാൾട്ട് ശിലകൾക്ക്, ഒന്നുകൂടെ പഠിച്ചു വെച്ചോ, ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് ഉണ്ടാകുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലെ, കറുത്ത പരുത്തി മണ്ണ്. പിന്നെയും ചോദ്യം വരും, റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം. അപ്പൊ ഞാൻ പറഞ്ഞു കണക്ഷൻ ഇല്ലേ അവിടെ? കറുത്ത മണ്ണ്, വെച്ചിട്ട് കറുത്ത മണ്ണ്, കറുത്ത ഓക്കെ, റിഗർ, ചെർണോസം, അപ്പൊ ചെർണോസം, റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏത് എന്ന് ചോദിച്ചാലും ഏതാണ്? കറുത്ത മണ്ണാണ്. അപ്പൊ കറുത്ത മണ്ണും കിട്ടിയല്ലോ. കറുത്ത മണ്ണ് എന്താണ്? ബ്ലാക്ക് സോയിൽ, ബ്ലാക്ക് സോയിൽ. അല്ലെങ്കിൽ പിന്നെ എന്താണ് അറിയപ്പെടുന്നത്? കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നു. കറുത്ത പരുത്തി മണ്ണ്. അവിടെ തന്നെ ഉണ്ട് ഉത്തരം. എന്താണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാന്ന് ചോദ്യം വരാറുണ്ട്. ഏതാണ്? കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഓക്കെ, കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. ഇനി ഈ കറുത്ത മണ്ണ് വേറെ ചോദ്യം വരാറുണ്ട്, ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദ്യം വരാറുണ്ട്. അത് കറുത്ത മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. അതൊരു ചോദ്യം വരൂലേ? പിന്നെയും ഒരു ചോദ്യം വരും, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാടുള്ള ചിറ്റൂരാണ്. പാലക്കാടുള്ള ചിറ്റൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ കറുത്ത മണ്ണിന്റെ പോയിന്റ്സ് സെറ്റാണ്. ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ്, കറുത്ത പരുത്തി മണ്ണ്, ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാവുന്ന മണ്ണിനമാണ് ഏത്? കറുത്ത മണ്ണ്. കറുത്ത പരുത്തി മണ്ണ് എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഏത്? കറുത്ത മണ്ണ്. അതുപോലെ തന്നെ കരിമ്പ് കൃഷിക്കും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഓക്കെ, കറുത്ത മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പാലക്കാടുള്ള ചിറ്റൂരാണ്. പാലക്കാടുള്ള ചിറ്റൂരാണ് കറുത്ത മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പാലക്കാടുള്ള ചിറ്റൂരും. പിന്നെ ചോദ്യം വരും, ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് എന്ന് ചോദ്യം വരും. അതേതാണ്? അത് കറുത്ത മണ്ണാണ് അഥവാ ബ്ലാക്ക് സോയിൽ ആണ്. ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണ്. അപ്പൊ അതും സെറ്റായി. ഓക്കെ, അപ്പൊ ഇത്ര മണ്ണുകളൊക്കെ ആണല്ലോ. ഇനി പർവ്വത മണ്ണിനെ കുറിച്ചും ജസ്റ്റ് അറിഞ്ഞു വെച്ചോ. പർവ്വത മണ്ണ്. ഓക്കെ, ജൈവാംശം ഏറ്റവും കൂടുതൽ കൂടിയത്, ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് ഏത്? പർവ്വത മണ്ണ്. നമുക്കറിയാലോ ജൈവാംശം കൂടുതലാവും. പർവ്വത മണ്ണ് പറയുമ്പോൾ ജൈവാംശം കൂടുതലാവും, അറിഞ്ഞു വെക്കാം. ഓക്കെ, അപ്പൊ ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് പർവ്വത മണ്ണ്. ജൈവാംശം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ഏതാണ്? പർവ്വത മണ്ണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണിനം ഏതെന്ന് ചോദ്യം വന്ന ഏതാണ്? പർവ്വത മണ്ണാണ്. പർവ്വത മണ്ണ്. ഇനി ഒരു ചോദ്യം വരും, കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? പീറ്റ് മണ്ണാണ് അഥവാ പീറ്റി സോയിൽ അല്ലെ. പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ് അഥവാ പീറ്റി സോയിൽ. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? മണ്ണിനെ കുറിച്ച് ഏകദേശം കിട്ടിയല്ലോ. 2015 അല്ലെ, 2015 മണ്ണ് വർഷം. ഡിസംബർ 5 മണ്ണ് ദിനം. ഡിസംബർ 5 മണ്ണ് ദിനം. അപ്പൊ മണ്ണിനെ കുറിച്ചിട്ടൊക്കെ ഏകദേശം കിട്ടുന്നുണ്ട്. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ്. മണ്ണ് ജനിക്കല്ലേ, അപ്പൊ പെഡോജെനിസിസ്. പിന്നെ കറുത്ത മണ്ണ് പഠിച്ചു, എക്കൽ മണ്ണ് പഠിച്ചു, ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ് പഠിച്ചു. പിന്നെ ഏതാണ്? ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദ്യം വരും. അതേതാണ്? ചെമ്മണ്ണാണ്. ചെമ്മണ്ണ്, റെഡ് സോയിൽ ആണ്. ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം. ഓക്കെ, ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താന്ന് ചോദിക്കും. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താന്ന് ചോദിച്ചാൽ അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ്. അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ്
ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം. ഒമിനിബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. ചെങ്കൽ മണ്ണ് എന്താ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് മണ്ണ്. രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ലാറ്ററൈസേഷൻ. ലേറ്റർ എന്ന പദം എന്താണ്? കല്ല് എന്നാണ് അല്ലേ? ലാറ്റിൻ പദമാണ്. ലാറ്റിൻ LAT അല്ലെ? ലാറ്റിൻ ലേറ്ററൈസേഷൻ ഒക്കെ കിട്ടുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണ് ഓർത്തു വെക്കുക കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചെങ്കൽ മണ്ണുമാണ്. കറുത്ത മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പാലക്കാടുള്ള ചിറ്റൂരാണ്. മണ്ണുകളെ കുറിച്ചിട്ടൊക്കെ ഏകദേശം ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. അപ്പോൾ ഇന്ന് പഠിച്ച എത്ര പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയില്ലേ? എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് ഉള്ളിലൂടെ ഒന്ന് കളിച്ചു വന്നില്ലേ? ഓക്കെ, എല്ലാം ഒരു നല്ല രീതിയിൽ ഒരു റിവിഷൻ കിട്ടില്ലേ? ഏകദേശം പഠിച്ചതാവും, ഒരു നല്ല രീതിയിൽ റിവിഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇനി റിവിഷൻ കിട്ടാത്തവരാണെങ്കിലും പുതിയതായിട്ടൊന്ന് പഠിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ പഠിപ്പിച്ചിട്ടല്ലേ വിടുന്നത്, നമ്മൾ പറ്റുന്ന അത്രയും റിവൈസ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നല്ല രീതിയിൽ മനസ്സിലായല്ലോ. അപ്പോൾ ഇനിയും ഒരു ക്ലാസ്സുമായിട്ട്, ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ അടുത്ത ക്ലാസ് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ റിവിഷൻ എല്ലാവരും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറയുന്നു, നല്ല രീതിയിൽ റിവിഷന് മാത്രം സമയം കണ്ടെത്തി മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. നല്ല രീതിയിൽ ഈ റിവിഷൻ ചെയ്ത ഭാഗങ്ങളൊക്കെ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് വരുന്നതെന്ന് കൂടി അറിയണ്ടേ? നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഓരോ റിവിഷൻ ക്ലാസ് കഴിയുമ്പോഴും നമുക്ക് അതിൻ്റെ റിവിഷൻ എക്സാം ഉണ്ടാവും. ഇനിയും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം, ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ്, വാട്സപ്പ് ബാച്ച് എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനും ഉപകരിക്കും. കാരണം ഏറ്റവും പ്രധാനമായിട്ട് ഈ ബാച്ച് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതിൻ്റെ കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ബാച്ച് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്, എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നവർക്കറിയാം, ഞാൻ പ്രധാനമായിട്ടും ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലും കോഡുകളൊക്കെ ഉപയോഗിച്ചത് കുത്തിക്കയറ്റി തരുന്നതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് ഈ ജോലിക്കിടയിലൊക്കെ പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് നല്ല ബഹുമാനം ഉണ്ട് അവരോട്. അവർ ഈ ജോലികൾക്കൊക്കെ ഇടയിലും ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ പല ജോലിക്കിടയിലും പഠിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ വീട്ടമ്മമാരുണ്ട്, അവർ വീട്ടുജോലിക്കിടയിലും പഠിക്കുന്നുണ്ട്. പിന്നെ പുറത്ത് പല ജോലിക്കും പോയിട്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഈ കുത്തിക്കയറ്റി ഒരുപാട് സമയം ഇരുന്നിട്ട് വലിയ വലിയ ക്ലാസ്സുകൾ കണ്ടിരുന്ന് പഠിക്കാനൊന്നും പറ്റില്ല. എന്നാൽ ഇവർക്ക് ഈ ക്ലാസ് കാണുമ്പോൾ ഏറ്റവും ആവശ്യമുള്ള മരുന്ന് കിട്ടും വേണം. ഈ രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദിവസവും ഒരു 20-25 മിനിറ്റ് മാത്രം മാറ്റി വെച്ച് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഏത് രീതിയിൽ നിങ്ങൾ പഠിക്കണം എന്നെല്ലാം പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഈ രീതിയിലാണ്. ഏറ്റവും സാധാരണക്കാർക്ക് ഏത് രീതിയിലും ഏറ്റവും കുറച്ച് സമയം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും റാങ്ക് കിട്ടും. ആ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് വരുത്തേണ്ട മാറ്റങ്ങളടക്കം ഫുൾ കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ അവിടെ പറഞ്ഞു തരും. പിന്നെ ഗ്രൂപ്പിൽ മാസത്തിൽ ഒരു 2 തവണയെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ മീറ്റിംഗ് നടക്കും. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയേ വന്ന് വിളിച്ചു പറയുന്നു, അതല്ല മീറ്റിംഗ്. അതാണെങ്കിൽ എനിക്ക് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ട് തന്നാൽ മതി. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് ഇട്ട് തന്നാൽ മതി. മീറ്റിംഗ് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടണം. നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് എനിക്ക് അറിയണം. ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എനിക്ക് കറൻലി അപ്പം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഗ്രൂപ്പിനുണ്ട്. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കുറേ ഇട്ട് വരും. ഫുൾ സിലബസ് നിങ്ങൾക്ക് അവിടെ എത്തിച്ചു വരും. നിങ്ങളത് വെറുതെ കണ്ടു പഠിച്ചാൽ മതി. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടായാലും നിങ്ങളെ മനസ്സിലാക്കി തന്നിട്ടേ ഓരോ ഭാഗങ്ങളും നമ്മൾ വിടുകയുള്ളൂ. ഓക്കെ, നമ്മൾ ദിവസവും 20-25 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഡിസ്കസ് ചെയ്ത് പഠിക്കല്ല, ഞാൻ അതിൻ്റെ ക്ലാസ് ഇട്ട് തരും, അതിൻ്റെ നോട്ട്സും ഇട്ട് തരും. എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാവും. ഞായറാഴ്ച മാത്രമാണ് നമുക്ക് ലീവ് ഉണ്ടാവുക. ആ ദിവസം നമുക്ക് എന്തിനാണ് ഇതുവരെ പഠിച്ച മുഴുവൻ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്ത് അതിൻ്റെ ഒരു എക്സാം നടത്തും. എല്ലാ ദിവസവും നിങ്ങൾക്ക് എക്സാമുകൾ നടക്കും. ഏത് രീതിയിൽ ചോദ്യങ്ങൾ വരും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ എക്സാം എടുക്കുമ്പോഴും അതിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഏത് രീതിയിൽ ഇനി അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എല്ലാ സ്റ്റെപ്സും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞുതരും. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആയതുകൊണ്ടും ഫീസ് ഇത്ര കുറവായതുകൊണ്ടും അങ്ങനെ വിട്ട് കളയൊന്നുമില്ല. ഏറ്റവും വേണ്ട രീതിയിൽ തന്നെ നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് അയക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരാം. കേട്ടിട്ട് മനസ്സിലാക്കിയ ശേഷം ഈ ഡീറ്റെയിൽസ് കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ചേരാം. ഇതിൽ ചേർന്ന് പഠിച്ചാൽ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് അത് ഡീറ്റെയിൽസ് കേട്ട ശേഷം നിങ്ങൾ തീരുമാനിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്ത് പഠിക്കുക. ടെൻഷനൊന്നും അടിക്കേണ്ട, നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചത് കൊണ്ടാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല അല്ലേ? നിങ്ങൾ നന്നായി പഠിച്ചത് കൊണ്ടല്ലേ. ഈ പഠിക്കാത്ത ഒരാൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഞാനെതിരെ ടെൻഷൻ അടിക്കണം, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, എനിക്ക് എന്തായാലും കിട്ടില്ല, ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. നല്ല ധൈര്യത്തിൽ തന്നെ പോയി എക്സാം എഴുതുക. ഓക്കെ, നിങ്ങൾക്ക് ധൈര്യം കിട്ടും, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവും. നിങ്ങൾ ആ സമയത്ത് എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർഡായി നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ പോയി എക്സാം എഴുതും.
കാരണം നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങളുടെ കയ്യിൽ മരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതിനുള്ള പഠിച്ചിട്ടുണ്ട്. മരുന്ന് കുടിച്ചിട്ട് പോകണം എന്നല്ല പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ആ പഠിച്ച മരുന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ പഠിച്ച സാധനം അവിടെ പോയിട്ട് നല്ല രീതിയിൽ കൊടുത്താൽ മതി. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇത്ര കാലം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, ഇനി ടെൻഷൻ അടിച്ച് ഈ പഠിച്ച കാര്യങ്ങൾ ഞാൻ എന്നിൽ നിന്ന് കളയുന്നതിലും നല്ലത് ഒരു ടെൻഷനും ഇല്ലാതെ ഞാൻ കോൺഫിഡൻസോട് കൂടി തന്നെ പോയി എക്സാം എഴുതാം. പറയുന്നത് സുഖമാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? ഇത് പറയാനൊക്കെ ഭയങ്കര സുഖം, പക്ഷേ ടെൻഷൻ അടിക്കുന്നത് ഞങ്ങളല്ലേ എന്ന് ആലോചിക്കുന്നുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര ദിവസമായി കഷ്ടപ്പെട്ട് പഠിക്കുന്നു. ഈ കഷ്ടപ്പെട്ട് പഠിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ടെൻഷൻ അടിച്ചതുകൊണ്ട് എന്തായാലും ഗുണമല്ല, നിങ്ങൾക്ക് അറിയാം. അത് ഉള്ളിൽ അറിയുന്ന ഒരു കാര്യത്തിന് പുറത്തേക്ക് എടുക്കായിട്ടാണ്. കാരണം ഈ ടെൻഷൻ അടിച്ചതുകൊണ്ട് എനിക്കൊരു ഗുണമില്ല, എൻ്റെ മാർക്ക് പോകുന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ടെൻഷൻ അടിക്കാതെ നല്ല കോൺഫിഡൻസോട് കൂടി ഞാൻ ഇതുവരെ പഠിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ നല്ല രീതിയിൽ തന്നെ അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഓക്കെ, എല്ലാം എനിക്കറിയുന്നത് നല്ല രീതിയിൽ തന്നെ ഞാൻ വായിച്ച് ആൻസർ ചെയ്യും. എല്ലാ ക്വസ്റ്റിനും ഞാൻ വായിക്കും, എല്ലാ ക്വസ്റ്റിനും വായിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എല്ലാ ക്വസ്റ്റിനും വായിക്കണം, എല്ലാ ഓപ്ഷൻസും വായിക്കണം. ഇനി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഓപ്ഷനിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായി അറിയുന്നതാവും. അപ്പോൾ ഓരോ ക്വസ്റ്റിനും നല്ല രീതിയിൽ തന്നെ വായിക്കണം. നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ പഠിച്ച കാര്യങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി. ഓക്കെ, ഇത്ര കാലം കഷ്ടപ്പെട്ടത് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോയി ഇറക്കി വെക്കുക, നല്ല സമാധാനത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ക്ലാസ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.